മങ്കടയിൽ മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥിയെ LDF പിന്തുണയ്ക്കുമെന്ന് സ്ഥിരീകരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി MP അലവി. നിലവിൽ ഇടതുപക്ഷം വിജയിക്കുകയാണ് ആവശ്യം. അതിനുവേണ്ടി നീക്കുപോക്കുകളും സമീപനങ്ങളും സ്വീകരിക്കും. അതുകൊണ്ടാണ് പ്രചാരണത്തിന് ഇറങ്ങാത്തത്. CPM സ്വീകരിക്കുന്ന നിലപാടിനൊപ്പം താൻ നിൽക്കുമെന്നും അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. മങ്കടയിലെ LDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്ന MP അലവിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകി കൊടുത്തു. പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ പ്രചരണ പ്രവർത്തനങ്ങളൊന്നും കണ്ടിരുന്നില്ല. ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാത്തതിന് രണ്ട് കാരണമാണ്. ഒന്ന്, നോമ്പും പെരുന്നാളിൻ്റെ ഒരു പ്രശ്നം. രണ്ടാമത്തെ കാരണം വെച്ചെങ്കിൽ നമ്മൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലല്ലോ, രാഷ്ട്രീയമുള്ള CPM ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അതിൻ്റെ വർഗബഹുജന സംഘടനാ രീതിയിൽ പഴയ ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മൂന്നാം തവണയും അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിനാവശ്യമായിട്ടുള്ള നീക്കുപോക്കുകളും ചില സമീപനങ്ങളും സ്വീകരിക്കാൻ ഇടണ്ട് ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാന്ന് മാത്രം. മത്സരിക്കാനുണ്ടാവില്ല, അവിടെ മറ്റൊരാളുടെ പേര് പിന്നെ ഒന്നും പറയാൻ വേണ്ടി കഴിയില്ല. ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം, ചിലപ്പോൾ ഇല്ല. രണ്ടായിരം പ്രശ്നമില്ല. കാരണം CPM ജില്ലാ കമ്മിറ്റി മെമ്പറല്ലേ. അതിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും CPM അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്താണോ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഞങ്ങളുടെ ഉദ്ദേശം മങ്കട നിയോജക മണ്ഡലം LDF ജയിക്കലാണ്. അതിനേത് നീക്കുപോക്കുകൾ ഉണ്ടാകാം തയ്യാറാവും. അപ്പം ഇപ്പൊ ഉയർന്നു കേൾക്കുന്ന പേര് മറ്റൊരു സ്വന്തം സ്ഥാനത്ത് പേര് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് തന്നെ വരും. അതിപ്പോ അത് വരുമോ വേറെ വരുമോ പറ്റില്ല. കാരണം 23 വരെ ഡേറ്റ് ഉണ്ടല്ലോ. അത് വരാൻ പറ്റില്ല. ഞങ്ങളുടെ ഉദ്ദേശം മണ്ഡലം ജയിക്കലാണ്, അല്ലാതെ അവിടെ ഇന്നാളെ മത്സരിക്കുക എന്നുള്ളതല്ല. മണ്ഡലം ജയിക്കലാണ് LDF എന്നുള്ള രീതിയിലേക്ക്. അതിനാവശ്യമായുള്ള രാഷ്ട്രീയ നീക്കുപോക്കും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും മങ്കടയിലെ കാര്യത്തിൽ നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച MP അലവി. അവിടെ കുന്നത്ത് മുഹമ്മദ് എന്നയാളുടെ ലീഗ് വിമതനായി നിന്നുള്ള ആളുടെ പേരായിരുന്നു അവിടെ സ്വതന്ത്രനായി ഉണ്ടാകുമെന്ന് കേട്ടിരുന്നത്. ഏതാണ്ട് അത് സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അനുരൂപിച്ച് കൊണ്ടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ വൺ. ജംഷീർ കൊടിഞ്ഞി തത്സമയം ചേരുന്നുണ്ട്. അപ്പോൾ ജംഷീർ, മങ്കടയിൽ സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി മുന്നോട്ടൊക്കെ പോയിരുന്നു. പക്ഷേ ലീഗ് വിമതൻ വന്നതോടുകൂടെ ആ പ്രചാരണത്തിനൊന്നും നിൽക്കാതെ ലീഗ് വിമതനെ പിന്തുണച്ച് മണ്ഡലത്തിൽ വിജയം ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യം. അതിന് സ്ഥാനാർത്ഥിയും സന്നദ്ധനാണല്ലേ? തീർച്ചയായിട്ടും ജിൽസി, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി ഇതുവരെ പ്രചരണത്തിന് ഇറങ്ങി MP അലവിയാണ് LDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ്. പക്ഷേ ഇതുവരെ സ്ഥാനാർത്ഥി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നില്ല. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് തെരഞ്ഞെടുപ്പിന്റെ ഈ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ അവിടെ മങ്കടയിലെ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റായിരുന്ന കുന്നത്ത് മുഹമ്മദ്, അവിടുത്തെ നിലവിലെ MLA കൂടിയായിട്ടുള്ള മഞ്ഞളാംകുഴി അലിക്കെതിരെ നിരന്തരമായി ഫേസ്ബുക്കിലും മറ്റും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ വീണ്ടും പരിഗണിക്കുന്നു എന്ന് കേൾക്കുന്നത് മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അവസാന ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തോട് ഒരു നിഷേധക്കുറിപ്പ്, താൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്നുള്ള നിഷേധക്കുറിപ്പ് ഇറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം ഫേസ്ബുക്കിൽ ആ കുറിപ്പിന്റെ കൂടെയും ഈ മഞ്ഞളാംകുഴി അലിയെ വിമർശിച്ചുകൊണ്ട് വീണ്ടും കുറിപ്പിട്ടതോടുകൂടി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് LDF അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്നത്. അദ്ദേഹം അപ്പോഴേക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു LDF, പക്ഷേ അദ്ദേഹത്തിന് പിന്തുണ നൽകാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് LDF സ്ഥാനാർത്ഥി പ്രചരണ രംഗത്തേക്ക് വരാതിരുന്നത്. ഇന്നലെ നമ്മൾ നാമനിർദ്ദേശ പത്രിക നൽകാൻ അദ്ദേഹം എത്തിയപ്പോഴാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. അപ്പോഴാണ് അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നത്. എന്ന് വെച്ചാൽ മങ്കടയിൽ വിജയിക്കുകയാണ് ലക്ഷ്യം. അതിന് എന്ത് നീക്കുപോക്കുകൾ നടത്തും, പാർട്ടി എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ അവിടെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച MP അലവി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. നമുക്ക് നടന്ന സൗണ്ട് ബൈറ്റിൽ തന്നെ അദ്ദേഹം അത് പറയുന്നുമുണ്ട്. ഏതായാലും MP അലവി ഇനി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും. അതോടൊപ്പം തന്നെ കുന്നത്ത് മുഹമ്മദ്, ലീഗിൽ നിന്ന് വന്നിട്ടുള്ള വിമത സ്ഥാനാർത്ഥിയായിട്ടുള്ള കുന്നത്ത് മുഹമ്മദിന്റെ നാമനിർദ്ദേശ പത്രിക തുടരും. അദ്ദേഹത്തെ LDF പിന്തുണയ്ക്കും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുന്നത്ത് മുഹമ്മദ് ഇന്ന് രാവിലെയോടുകൂടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPMന് ഇപ്പോൾ ആകെ ലീഗിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒറ്റ സ്ഥാനാർത്ഥി ഈ കുന്നത്ത് മുഹമ്മദ് മാത്രമാണ്. ലീഗിൽ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മറ്റു പലയിടങ്ങളിലും അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ കിട്ടാൻ വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങളും LDFന്റെ ഭാഗത്തുനിന്ന്, CPMന്റെ ഭാഗത്തുനിന്ന്, ഈവൻ താനൂർ വരെ അത്തരത്തിലുള്ള ഒരാളെ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ജില്ലയിലെമ്പാടും അല്ലെങ്കിൽ ജില്ലയിൽ എല്ലായിടങ്ങളിലും ആ ശ്രമങ്ങൾ പാളിപ്പോകുന്ന ഒരു സാഹചര്യമാണ്
സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ മങ്കടയിൽ മാത്രമാണ് ഒരാളെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ലീഗ് ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ജില്ലയിൽ CPM-ന് കിട്ടാവുന്ന ഏറ്റവും ദുർബലനായ ഒരു ലീഗിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എന്നുള്ളൊരു പ്രതികരണമാണ് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി വരുന്നത്. ഏതായാലും കുന്നത്ത് മുഹമ്മദ് ഇന്ന് രാവിലെയോടുകൂടി മാധ്യമങ്ങൾ കാണും. അപ്പോൾ അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ജിൽസി.